ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? ഈ പറയുന്ന നാർക്കോ കാർട്ടലോ ഇതൊന്നുമല്ല ഇതിനകത്ത് പ്രധാനപ്പെട്ട പോയിന്റ്. പ്രധാനപ്പെട്ടത് പെട്രോ ഡോളർ. ഇയാളുടെ ഈ വെനസ്വേലയും റഷ്യയും ചൈനയും ഇറാനും കൂടെ ചേർന്ന് അമേരിക്കയുടെ പെട്രോ ഡോളറിനെ തകർക്കാൻ ശ്രമിച്ചു. ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. കാരണം വ്യാപാരം നടത്തുന്ന ഡോളറിൽ അത് മാറ്റിയിട്ട് ഇവർ വേറെ കറൻസി ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇതിൻ്റെ പേരിലാണ് ബ്രിക്സുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് വാൺ ചെയ്തിരിക്കുന്നത്. അവരുടെ കറൻസി അവർ തൊടാൻ സമ്മതിക്കത്തില്ല. അതായിരിക്കണം ലോകത്തിന്റെ വിനിമയം, അതവരുടെ ഡിമാൻഡ്. അതേപോലെ തന്നെ ക്രൂഡ്. ഇന്നലത്തെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഉള്ളൊരു രാജ്യമാണ്, ഡിപ്പോസിറ്റ് ഉള്ള രാജ്യമാണ്. അവർക്കത് എക്സ്പ്ലോർ കൂടുതലായിട്ട് ചെയ്യാൻ അവരുടെ ആ രാജ്യത്തിൻ്റെ പണമില്ല. ഹൂഗോ ഷാവേഴ്സ്, അത് നേരത്തെ ഉണ്ടായിരുന്ന പ്രസിഡന്റ്, അത് നാഷണലൈസ് ചെയ്ത് കഴിയുമ്പോൾ അമേരിക്കൻ കമ്പനികൾ തിരികെ അന്ന് മുതൽ ഈ പ്രശ്നം സ്റ്റാർട്ട് ചെയ്തു. അമേരിക്കയ്ക്ക് എപ്പോഴും എനർജിയുടെ മേളിൽ ഒരു ഡോമിനേഷൻ വേണം. അതിൽ വേറൊരാളെ അവർ തൊടാൻ സമ്മതിക്കത്തില്ല. അവിടെ ചൈന കയറാൻ ശ്രമിച്ചു, പ്രശ്നം തുടങ്ങി. അവിടെയാണ് ഈ പ്രശ്നങ്ങളുടെ മുഴുവനും സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലാതെ ഈ പറയുന്ന കാർട്ടലുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കാർട്ടൽ വരുന്ന രാജ്യം ഈ രാജ്യമൊന്നുമല്ല, കൊളംബിയ, ചിലി. അപ്പോൾ അതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് പരിമിതിയുണ്ട്. ഇവിടെ ഈ പറയുന്നത്, അതായത് മറ്റുള്ള ഇന്റർനാഷണൽ മാധ്യമങ്ങൾ പറയുന്ന വെനസ്വേലിയൻ പട്ടാളവും ഈ പറയുന്ന നിക്കോളാസ് മർഡോവും ഇവരൊക്കെ ഈ മയക്കുമരുന്ന് ശൃംഖലയുടെ ഭാഗമാണ്. കാരണം ഒരു പട്ടണ രാജ്യമായി പോയി. സാങ്ഷനും അമേരിക്കൻ സാങ്ഷനും മറ്റുള്ള സാങ്ഷനും എല്ലാം കൂടുമ്പോൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഉണ്ട്. ഈ പറയുന്ന വെനസ്വേല ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക്, അതായത് ONGCക്കും മറ്റുള്ള കമ്പനിക്കും 2013 മുമ്പ് വരെയുള്ള ഡീല് ചെയ്തതിൻ്റെ ഏകദേശം $1 ബില്യൺ ഇന്ത്യക്ക് കൊടുക്കാനുണ്ട്. ഇന്ത്യ ഹ്യൂജായിട്ട് അവിടുന്ന് ഏകദേശം വലിയ രീതിയിൽ ക്രൂഡ് വാങ്ങിയിരുന്നു. അത് മുഴുവൻ എക്സ്പ്ലോർ ചെയ്തും മുഴുവനും അത് ഉണ്ടാക്കിയെടുത്തതും മുഴുവനും ഇന്ത്യൻ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ആണ്. ആ കമ്പനികളുടെ പണം ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോഴാണ് ഈ സാങ്ഷൻ കയറി വരുന്ന, ആ പണം കിട്ടിയുമില്ല. പിന്നീട് ഇന്ത്യക്ക് അത് വ്യാപാരം നടത്താൻ പറ്റിയിട്ടില്ല. കാരണം ഇന്ത്യൻ ഓപ്പറേഷൻ അവിടെ മുഴുവനും ക്ലോസ് ആയിപ്പോയി. ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പറയുന്ന വെനസ്വേലയുടെ താൽക്കാലിക ഭരണം അമേരിക്ക പിടിച്ചെടുത്തു. അമേരിക്ക പറഞ്ഞു അമേരിക്ക റൺ ചെയ്യും.